അധിക ആളുകളും 1 GB അല്ലെങ്കിൽ 1.5 GB അല്ലെങ്കിൽ മാക്സിമം 2 GB ഒക്കെ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണ്. അധികം ആളുകളും പറയാറുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ രാവിലെ ഓൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ നെറ്റെല്ലാം തീർന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് സേവ് ചെയ്യാൻ സാധിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ചെയ്തു വെക്കുക. ഏതാണ് സെറ്റിങ്സ് നോക്കാം, വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. കാണാം ആപ്സ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ആപ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം ആപ്പ് മാനേജ്മെൻറ്റ് എന്ന്. ഈ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോണിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ ഒക്കെ കാണാൻ സാധിക്കും. അതായിരിക്കും ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്പുകളും കാണും. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്ഥിരമായിട്ട് നോട്ടിഫിക്കേഷൻ ആവശ്യമില്ലാത്ത ആപ്പുകൾ ഉണ്ടാവും. ഇപ്പോൾ ബാങ്ക് ആപ്പുകൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ ആവശ്യമാണ്. വാട്സപ്പ് പോലുള്ള ആപ്പുകൾക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമാണ്. ഫേസ്ബുക്കിന് നോട്ടിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പുകൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടാത്ത ആപ്പുകൾ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാറ്റ യൂസേജ് എന്നുള്ളൊരു സെറ്റിങ്സ്. ഈ ഡാറ്റ യൂസേജ് എന്നുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് കാണാം ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ളത്. ഈ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്നുള്ള സെറ്റിങ്സ് ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ആപ്പിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അത്തരത്തിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആപ്പുകൾ നമ്മുടെ ഫോണിലുണ്ടാവും. ആ ആപ്പുകൾക്കൊന്നും നോട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വേണം, എന്നാലാണ് നമ്മുടെ സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചാൽ നമുക്കറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ള ആപ്പുകൾക്ക് മാത്രം ബാക്ക്ഗ്രൗണ്ട് ഓൺ ചെയ്ത് വെക്കുക. അല്ലാത്ത ആപ്പുകൾക്ക് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ ഏതൊക്കെ ആപ്പാണ് നിങ്ങൾക്ക് വേണ്ടാത്തെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾക്കുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഓപ്പൺ ചെയ്യാതെ ആ ഒരു ആപ്പിലേക്ക് ഇൻ്റർനെറ്റ് പോകില്ല. അധികം ആപ്പുകളും നമ്മൾ ഓപ്പൺ ചെയ്തില്ലെങ്കിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് തടയാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ്, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എബൌട്ട് ഫോൺ എന്നുള്ളൊരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വേർഷൻ എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോണിൽ MIUI വേർഷൻ എന്നായിരിക്കും കാണാൻ സാധിക്കുക. ചില ഫോണിൽ ബിൽഡ് നമ്പർ എന്നായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ ഫോണിൽ വേർഷൻ എന്നാണ് കാണുന്നത്. ഈ വേർഷൻ നമ്പർ എന്നുള്ള ഈ ഭാഗത്ത് ഒരു 7 തവണ ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 7 തവണ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയി കഴിഞ്ഞാൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളുടെ അഡീഷണൽ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളുടെ ഫോണിലുണ്ടായി. ഇതുപോലെ ഇല്ലെങ്കിൽ മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അഡീഷണൽ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവിടെ താഴെ ഭാഗത്ത് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് അധികം താഴോട്ട് വരണം. അവിടെ കാണാൻ നിങ്ങൾക്ക് ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റി എന്നുള്ളത്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിലുണ്ടാകും. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളറിയാതെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന, അതായത് നമ്മുടെ ആക്ടിവിറ്റികൾ ബാക്ക്ഗ്രൗണ്ടിൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്ന, ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആപ്പുകളിലേക്കുള്ള എല്ലാ ആക്ടിവിറ്റീസ് ഓഫ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് കൂടി നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഈ 2 സെറ്റിങ്സ് നിങ്ങൾ ശരിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്ന പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.